പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടത് സുനാമി, ഭൂകമ്പം എന്നീ രണ്ട് വാക്കുകൾ. നമുക്ക് ഈ ജോഗ്രഫി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഏറ്റവും ആദ്യം നമുക്ക് അത് തന്നെ പഠിച്ചുറപ്പിക്കാം. ലോകത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. സമുദ്രാന്തര ഭാഗത്ത് ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് എന്തിന് കാരണമായി തീരുക? സുനാമിക്ക് കാരണമായി തീരുക. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചുറപ്പിക്കും. ഓക്കെ, മാക്സിമം 10 മിനിറ്റ് നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 5 തരം ഭൂകമ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. അതില് ഏറ്റവും നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു ഭൂകമ്പത്തിന്റെ പേരാ. ബാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഒന്ന് ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ്. ഈ ടെക്ടോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൗമാന്തര ഭാഗത്തെ ചലനം എന്നാണ്. ഓക്കെ, മനസ്സിലാവുക? ഭൗമാന്തര ഭാഗത്തെ ചലനങ്ങളെയാണ് നമ്മൾ ടെക്ടോണിക് ചലനങ്ങൾ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളറയില് ശിലാപാളികൾ തെന്നിമാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ത് തന്നെ? ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ്. കാരണം എന്താണ്? ഒരു ഭ്രംശതലത്തിൽ കൂടെയുള്ള ശിലാപാളികൾ തെന്നിമാറുമ്പോൾ. 2 കൊളാപ്സ് ഭൂകമ്പങ്ങൾ, ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ? നമുക്ക് ലോകത്ത് ഒട്ടനവധി പ്രദേശങ്ങളില് ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഖനനം ചെയ്ത് ധാതുക്കളൊക്കെ എടുക്കാറുണ്ട് അല്ലെ? ആ ഖനന മേഖലയില് ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ തീവ്രഖനന മേഖലകളില് ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിയുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രകമ്പനമാണ് എന്ത് പേരിലറിയപ്പെടുക? കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് എന്താണ്? വിസ്ഫോടന ഭൂകമ്പങ്ങൾ. ഓക്കെ, ആണവ രാസ സ്ഫോടനങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിസ്ഫോടന ഭൂകമ്പങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ ദീപാവലിക്ക് വലിയൊരു അമിട്ട് പൊട്ടിക്കുകയാണ് അല്ലെ? അമിട്ട് വീടിന് വെളിയിലാണ് പൊട്ടിക്കുന്നതെങ്കിലും വീടിനകത്തിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ പ്രകമ്പനം ഉണ്ടാകാറുണ്ട് അല്ലെ? അത്തരം ഉദാഹരണമായി പറയാവുന്ന ഭൂകമ്പങ്ങളാണ് ആണവ രാസ സ്ഫോടനങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ എന്തിനു കാരണമായി തീരും? ഭൂകമ്പങ്ങൾക്ക് കാരണമായി തീരും. ഇത്തരം ഭൂകമ്പങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിസ്ഫോടന ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. ഇനി ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ, അതായത് ഡാമുകൾ പണിയെടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം കാരണം ആ ഭൂപ്രദേശത്ത് അതിതീവ്ര മർദ്ദം രൂപം കൊള്ളും. ഈ അതിതീവ്ര മർദ്ദത്തിന്റെ ഫലമായി ഡാമുകളുടെ പരിസര ഭൂപ്രദേശങ്ങളില് ചെറിയ ഭൂകമ്പങ്ങൾ രൂപം കൊള്ളാറുണ്ട്. ആ ജലത്തിന്റെ മർദ്ദത്തിന്റെ പ്രകമ്പനം കാരണം ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് വലിയ പരിചയമില്ലാത്തതും എന്നാൽ മറ്റു വൻകരകളിലേറെ പരിചിതവുമായ അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലയില് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ കാരണം ഭൂകമ്പം ഉണ്ടാകുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. പസഫിക് സമുദ്രത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളാണ്. അതിന്റെ ഫലമായിട്ടാണ് അതിതീവ്രമായ കടൽ തിരമാലകൾ രൂപം കൊള്ളുക. സമുദ്രാന്തര ഭാഗത്തുണ്ടാകുന്ന പ്രത്യേകിച്ച് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളും ടെക്ടോണിക് ഭൂകമ്പങ്ങളുമാണ് എന്തിനു കാരണമായി തീരുക? അതിശക്തമായ തിരമാലകൾക്ക് കാരണമായി തീരുക. ഏറ്റവും ഉയരം കൂടിയ തിരമാലകളെയാണ് നമ്മൾ സുനാമി തിരമാലകൾ എന്ന് വിളിക്കുക കേട്ടോ. സമുദ്രാന്തര ഭാഗത്തുണ്ടാകുന്ന ഭൂകമ്പങ്ങളായിക്കോട്ടെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിക്കോട്ടെ, അതിന്റെ ഫലമായിട്ട് വലിയ തിരമാലകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സുനാമി എന്ന് വിളിക്കുക. സുനാമി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സുനാമി വീശിയടിക്കുന്നത് ജപ്പാൻ എന്ന രാജ്യത്ത് തന്നെ. ചെറുതും വലുതുമായ ഒട്ടനവധി ഭൂകമ്പങ്ങള് അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പസഫിക് മേഖലയിൽ രൂപം കൊള്ളുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള പസഫിക് തീരത്തുള്ള ജപ്പാനില് നിരന്തരം സുനാമി നാശം വിതയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സുനാമി എന്ന് പറയുന്നത് തീരത്തേക്കുള്ള വലിയ തിരമാലകൾ എന്ന അർത്ഥത്തിൽ ജാപ്പനീസ് പദമാണ് സുനാമി എന്ന് പറയുന്നത്. അപ്പൊ സുനാമി എന്ന് പറയുന്നത് എന്താണ്? ജാപ്പനീസ് പദമാണ്. സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം തീരത്തേക്കുള്ള വലിയ തിരമാലകൾ എന്നാണ് കേട്ടോ. സാധാരണഗതിയിൽ ഈ സുനാമിയുടെ സമുദ്രാന്തര ഭാഗങ്ങളില് തിരമാലകളുടെ സുനാമി തിരമാലകളുടെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 800 മുതൽ 970 കിലോമീറ്റർ പെർ അവർ ആണ്.
മണിക്കൂറിൽ 800 മുതൽ 970 കിലോമീറ്റർ വേഗതയിലാണ് സുനാമി തിരമാലകൾ സമുദ്രാന്തര ഭാഗത്തൂടെ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോ കേരളത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത് കേവലം 560 കിലോമീറ്ററാണ്. ഒരു മണിക്കൂറിന്റെ വേഗം സുനാമി തിരമാല എത്രയാ? 800 മുതൽ 970 വരെയാ. എത്ര സമയം വേണം ഒരു സുനാമി തിരമാല എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം വെള്ളത്തിനടിയിലാവാൻ, അല്ലെ? പക്ഷെ അവിടെയും കരയിൽ കാണപ്പെടുന്ന മരങ്ങളും അല്ലെ കെട്ടിടങ്ങളും ഭൂപ്രകൃതിയും ഒക്കെ ഈ തിരമാലയുടെ വേഗതയെ ഒരു പരിധിവരെ തടയാൻ സാധ്യതയുണ്ട്. എങ്കിലും അതിന്റെ വേഗം കുറയാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേ, സമുദ്രാന്തര ഭാഗത്ത് സുനാമി തിരമാലകളുടെ വേഗത 800 മുതൽ 970 കിലോമീറ്റർ വരെ ആയിരിക്കും. ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് എവിടെയാണോ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് അവിടെ ആരംഭിക്കുന്ന ഈ സുനാമി തിരമാല എന്ത് ചെയ്യാം? ചിലപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ എന്ത് ചെയ്യാം? സഞ്ചരിച്ചെന്ന് വരാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2004 ഡിസംബർ 26-ാം തീയതി. ഈ ഡിസംബർ 26-ന് നമ്മൾ എന്താ വിളിക്കുക? ബോക്സിംഗ് ഡേ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വിളിക്കുക കേട്ടോ. ക്രിസ്മസിന്റെ പിറ്റേ ദിവസത്തെ ബോക്സിംഗ് ഡേ എന്നാണ് വിളിക്കുക. ഓക്കെ, ആ ബോക്സിംഗ് ഡേയിൽ സുനാമി ഉണ്ടാവുകയും ആ സുനാമി ഇന്തോനേഷ്യയുടെ തീരത്ത് നിന്ന്, സുമാത്ര തീരത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇന്ത്യയുടെ തെക്കൻ ഭൂപ്രദേശത്തേക്ക് എത്തിച്ചേരുക. അതായത് ഇന്ത്യയുടെ തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി, കേരളത്തിന്റെ ഭാഗമായ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഈ സുനാമി തിരമാല വീശിയടിച്ചു. ഒട്ടനവധി പേർക്ക് അതിലൂടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു, അല്ലെ? അപ്പോൾ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന സുനാമി തിരമാലകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെലി സുനാമി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഏകദേശം 800 മുതൽ 970 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന തിരമാലകളെ നമുക്ക് സുനാമി എന്ന് വിളിക്കാം. ആ സുനാമികൾ ഏകദേശം 1000-ലധികം കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ചാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെലി സുനാമി എന്ന് വിളിക്കാം. ടെലി സുനാമി എന്ന് വിളിക്കാം. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ സുനാമി ഭീഷണി നേരിടുന്ന ഏത് രാജ്യം തന്നെയാണ്? ജപ്പാൻ തന്നെയാണ്, സംശയമുണ്ടാവരുത്. ലോകത്ത് ഈ സുനാമി കാരണം ഒട്ടനവധി അപകടങ്ങൾ സംഭവിക്കുന്നത് ജപ്പാനിലാണെങ്കിലും ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പസഫിക്കിലാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ സുനാമി മ്യൂസിയം, ലോക സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ ഹവായി ദ്വീപിലുമാണ് കേട്ടോ. ഇനി അന്താരാഷ്ട്ര സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സുനാമി ഉണ്ടാകുന്ന പസഫിക്കിലല്ലേ. അതുകൊണ്ട് തന്നെ പസഫിക് സമുദ്രത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഹവായി ദ്വീപിലാണ്. ആ അന്താരാഷ്ട്ര സുനാമി മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നത് ഹോണോലുലു എന്നാണ്. എന്ത് പേരിൽ അറിയപ്പെടുക? ഹോണോലുലു എന്നാണ് കേട്ടോ. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ വിറപ്പിച്ച സുനാമി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2004 ഡിസംബർ 26-ാം തീയതി സുനാമി ഉണ്ടായി. ഇവിടെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന് സമീപത്ത്. റിക്ടർ സ്കെയിൽ ഏകദേശം 9.3 തീവ്രതയെ രേഖപ്പെടുത്തി. ഈ തീവ്രതയുടെ ഫലമായിട്ട് ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ ഒട്ടനവധി എന്ത് ചെയ്തു? ബുദ്ധിമുട്ടുകളുണ്ടായി. ഒട്ടനവധി പേര് മരണത്തിലേക്ക് പുൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകത്തെ ആദ്യത്തെ സുനാമി സമ്മേളനം നടന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ലോകത്തെ ആദ്യത്തെ സുനാമി സമ്മേളനം നടന്നവിടെയാണ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയുമാണ്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? പ്രധാനപ്പെട്ട 5 തരം ഭൂകമ്പങ്ങളാണെന്ന് പഠിച്ചു. ആ ഭൂകമ്പത്തിന്റെ ഫലമായിട്ടാണ് സുനാമി ഉണ്ടാകുന്ന പഠിച്ചു, അല്ലെ? ലോകത്ത് പ്രധാനപ്പെട്ട എത്ര തരം ഭൂകമ്പങ്ങൾ? 5. ഏതൊക്കെ? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ അന്തർഭാഗത്തെ ഉള്ളറയിലെ ശിലാപാളികളുടെ ചലനം മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഖനന മേഖലയില് തീവ്ര ഖനനത്തിന്റെ ഭാഗമായിട്ട് ഖനികളുടെ മുകളിൽ തട്ട് തകർന്നടിയുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രകമ്പനം കാരണമുണ്ടാകുന്ന ഭൂകമ്പനത്തെ നമുക്ക് കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. രാസാണവ സ്ഫോടനങ്ങൾ മൂലമുണ്ടായാൽ അതിനെ വിസ്ഫോടന സ്ഫോടനങ്ങൾ എന്ന് വിളിക്കാം, അല്ലെ? വിസ്ഫോടന ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. കൂറ്റൻ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ജലം ഭൂപ്രതലത്തിൽ ഏൽപ്പിക്കുന്ന മർദ്ദത്തിന്റെ ഫലമായിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവയെ ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. അഗ്നിപർവ്വത മേഖലയിൽ അവ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ഭൂകമ്പത്തിന് കാരണമായി തീരാം. ഇത് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളും അതോടൊപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ടെക്ടോണിക് ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പസഫിക് സമുദ്രത്തിൽ സ്ഥിരമായി സുനാമി ആക്രമണം ഉണ്ടാകാറുണ്ട്. സുനാമി എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? കടൽ തിരമാലകൾ അല്ലെങ്കിൽ തീരത്തേക്കുള്ള തിരമാലകൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഏകദേശം ശരാശരി വേഗത 800 മുതൽ 970 കിലോമീറ്റർ വേഗതയാണ് സുനാമി തിരമാലകൾക്കുള്ളത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുന്ന സുനാമി തിരമാലകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെലി സുനാമി എന്ന് വിളിക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ സുനാമി ബാധിക്കുന്നത് ജപ്പാൻ എന്ന രാജ്യത്തെ
ഏത് സമുദ്രത്തിൽ എന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിൽ. പസഫിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ ഹവായ് ദ്വീപിലാണ്. അന്താരാഷ്ട്ര സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലെ ഹവായ് ദ്വീപിൽ. അത് അറിയപ്പെടുന്നത് ഹോണോലുലു എന്നാണ്. ഓക്കെ, അന്താരാഷ്ട്ര സുനാമി സമ്മേളനം നടന്നത് 2004 ഡിസംബർ 26 നമ്മുടെ ഇന്തോനേഷ്യക്ക് സമീപം സുമാത്ര ദ്വീപിൽ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ വെച്ചാണ്, ജക്കാർത്തയിൽ വെച്ചാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. ഓരോ ദിവസവും നമ്മൾ കുറച്ച് വീതം പഠിച്ചുറപ്പിക്കാം. നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ.